മഴക്കാലത്ത് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി എക്സ്പ്ലോർ എന്ന് പറഞ്ഞ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കുറച്ച് പോയിന്റ്സ് ആയിട്ട് തന്നെ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ പോയിന്റ് സേഫ്റ്റി സൈഡ് തന്നെയാണ്. നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മൾ നോക്കേണ്ട ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ സേഫ്റ്റി തന്നെയാണ്. അപ്പോൾ സേഫ്റ്റിയും തുടങ്ങാനാണെങ്കിൽ ആദ്യത്തെ കാര്യം നമ്മുടെ ടയറിൻ്റെ കണ്ടീഷൻ മോശമാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നമ്മളത് വെച്ച് ഡ്രൈവ് ചെയ്യരുത്. എത്രയും പെട്ടെന്ന് ടയർ മാറുക. ഇനി ടയർ മാറാനുള്ള സാമ്പത്തികം ഇപ്പോൾ ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ആ വാഹനം എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. അത് വേറൊന്നും കൊണ്ടല്ല, ഒരു അപകടം ഉണ്ടാകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കേസ് വൈപ്പർ ബ്ലേഡ്. ഇപ്പം നമ്മുടെ ഈ വൈപ്പർ ബ്ലേഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു വൈപ്പർ ബ്ലേഡ് കൃത്യമായിട്ട്, അതായത് വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗ്ലാസ്സിൽ കൂടെ വിസിബിലിറ്റി കിട്ടണം. അല്ലാത്ത പക്ഷം ഈ ഒരു ബ്ലേഡ് കൊണ്ട് നമുക്ക് ഗുണമില്ല. പിന്നെ ഇത് ഹാർഡായി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്ലാസസിൽ സ്ക്രാച്ചസ് വീഴാനൊക്കെ ഉള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു വൈപ്പർ ബ്ലേഡ് മോശമാണെന്നുണ്ടെങ്കിൽ മാറ്റി വിട്ടോണം. പകൽ സമയത്ത് ഒരു ബുദ്ധിമുട്ടും കാണില്ല. പക്ഷേ രാത്രി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തണുപ്പിൻ്റെ ഈ പ്രശ്നം കൊണ്ടും മിസ്റ്റ് ഉണ്ടാകുന്ന സമയത്തും ഗ്ലാസിൻ്റെ പുറത്തും അകത്തും അല്ലാതെ ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ചെറിയ രീതിക്ക് മിസ്റ്റ് പിടിക്കുമ്പോൾ നമുക്കൊന്നും തന്നെ വിസിബിളായിട്ട് തോന്നില്ല. അതുകൊണ്ട് തന്നെ എ സിയുടെ ടെമ്പറേച്ചർ നമ്മൾ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറച്ച് കൂട്ടി തന്നെ, അതായത് ഏകദേശം ഒരു 20 to 25 ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ചോണം. അത് ജസ്റ്റ് ഞാനിത് പറഞ്ഞു പോയപ്പോഴേക്കും ആ പോയിൻറ്റ്സ് വരുന്നുണ്ട്, ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് സിസ്റ്റം. അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് മഴവെള്ളം കൂടെയൊക്കെ അടിച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് കിട്ടാനൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് ഈ ബ്രേക്ക് പാഡിനകത്തോട്ട് ചെളിയോ അല്ലെങ്കിൽ പൊടിയുടെ അംശമോ ഈ വെള്ളത്തിനകത്തോട്ട് ചെളിയൊക്കെ കയറുമ്പോഴത്തേക്ക് ഈ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നിട്ട് ബ്രേക്ക് കിട്ടാനുള്ളൊരു പാട് വരും. നമുക്ക് സാധാരണ നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്കിങ്, നമ്മൾ അഹങ്കാരമായിട്ട് പറയുന്നതാണ്, എൻ്റെ വാഹനത്തിൻ്റെ ബ്രേക്കിങ് എനിക്കറിയാം, ചവിട്ടിയെടുത്ത് നിൽക്കും എന്നൊക്കെ പറയുന്നൊരു അഹങ്കാരം നല്ലതാണ്. പക്ഷേ കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ആ കോൺഫിഡൻസിന് അറിയത്തില്ല നമ്മുടെ ബ്രേക്ക് പാഡിൻ്റെ ഇടയ്ക്കോട്ട് ഒരു ചെറിയ തരിയോ അങ്ങനെ വല്ലതും കയറി ഇരിപ്പുണ്ടോ എന്നുള്ളത്. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാരണം ബാക്കിയൊട്ടാൾക്ക് ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. എപ്പോഴും ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മുടെ ഫ്രണ്ടിലത്തെ വാഹനം വെച്ചിട്ട് ഒരു വാഹനത്തിൻ്റെ കൂടെ ഡിസ്റ്റൻസ് ഇട്ട് തന്നെ നല്ല മഴയുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യാവുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു സേഫ് ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിങ്ങിൻ്റെ ടൈമും കൂടുതൽ എടുക്കുന്നുണ്ട്. സാധാരണ മഴയുള്ള സമയത്ത് നമുക്ക് ബ്രേക്കിംഗ് ടൈം കൂടുതലെടുക്കും. അല്ലാത്ത സമയത്ത് നമുക്ക് അത്രയും കൂടെ വരത്തില്ല. കാരണം ഫ്രിക്ഷൻ നമുക്ക് കൂടുതലുണ്ട്. റോഡിലെ പിടുത്തം മഴയുള്ള സമയത്ത് കുറച്ച് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം. പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇപ്പം മഴക്കാലമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ വാഹനം ഒന്ന് സർവീസ് ചെയ്തിടുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ബ്രേക്ക് പാഡോ കാര്യങ്ങളൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതായത് ബ്രേക്കിൻ്റെ കാലിപ്പേഴ്സ് അല്ലെങ്കിൽ വീൽ സിലിണ്ടേഴ്സ്, ബാക്കിലത്തെ ബ്രേക്കിനകത്ത് വരുന്ന യൂണിറ്റാണ് വീൽ സിലിണ്ടർ എന്ന് പറയുന്നത്. ഈ വീൽ സിലിണ്ടറൊക്കെ സ്റ്റക്കായി ഇരിക്കുന്നുണ്ടെങ്കിൽ വർക്കാകാതെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സഡൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ബാക്കിൽ ഒരു സൈഡിൽ ആക്ച്വേറ്റ് ആയില്ലെങ്കിൽ മറ്റേ സൈഡ് ലോക്കായിപ്പോൾ വാഹനം മറിയാനോ തെന്നിപ്പോകാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് മഴക്കാലം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് ബ്രേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്തിടുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ഇനി അടുത്ത പോയിന്റ് ലൈറ്റുകളാണ്. അതായത് നമ്മൾ രാത്രിയാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ നല്ല ഹെവി റെയിനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഹസാർഡ് ലാമ്പ് യൂസ് ചെയ്യാൻ പാടില്ല. പലരും ചിന്തിക്കുന്ന അല്ലെങ്കിൽ പലരും വിചാരിക്കുന്ന ഒരു കാര്യം, ഹസാർഡ് ഇട്ട് പോയി കഴിഞ്ഞാൽ പുറകെ വരുന്നവന് മനസ്സിലാവും ഭയങ്കര മഴയാണെന്നുള്ളത്. തെറ്റായൊരു ധാരണയാണ്. പിന്നെ ചിലർ വിചാരിക്കുന്ന നേരെ പോകാൻ വേണ്ടിയിട്ടാണ് ഹസാർഡ് ഇടുന്നത്. അതും തെറ്റായൊരു ധാരണയാണ്. ഹസാർഡ് നമ്മുടെ വാഹനത്തിന് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വഴിയിലാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഹസാർഡ് ഇട്ടോണം. അല്ലാത്ത പക്ഷം ഒരു കാരണവശാലും ഹസാർഡ് ഇടാൻ പാടില്ല. തെറ്റായിട്ടുള്ളൊരു രീതിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ് ലൈറ്റ് മഴയുള്ള സമയത്ത് ഡിം ലൈറ്റോ അഥവാ പാർക്ക് ലൈറ്റെങ്കിലും ഓൺ ആക്കിയിട്ട് ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ബാക്കിൽ വരുന്ന ആൾക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ബാക്കിലത്തെ റെഡ് ലൈറ്റ് കാണുമ്പോൾ മനസ്സിലാവും വാഹനം ഫ്രണ്ടിലുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഇപ്പോഴത്തെ പുതിയ വാഹനങ്ങളിലും പഴയ വാഹനങ്ങളുണ്ട് ഇല്ലെന്നല്ല, റിയർ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്, ബാക്കിൽ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ആ ഫോഗ് ലാമ്പ് ഉള്ള വാഹനങ്ങളിൽ അത് ഓൺ ആക്കിയിടുന്ന നല്ലൊരു കാര്യമാണ് ഞാൻ സജസ്റ്റ് ചെയ്യും. ഫ്രണ്ട് ഫോഗ് ലാമ്പ്സും ഒക്കെ വർക്ക് ചെയ്യിക്കാൻ ഓൺ ആക്കി ഇടുകയാണെങ്കിൽ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്ന വാഹനത്തിനും വളരെ കൃത്യമായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഒരു കാരണവശാലും നല്ല മഴയുള്ള സമയത്ത് ഹൈ ബീം ഇട്ട് ഡ്രൈവ് ചെയ്യരുത്. ഒന്നാമത്തെ കാര്യം, വഴി കാണാൻ പറ്റില്ല. ആ ഒരു കണ്ടീഷനിൽ ഹൈ ബീമും കൂടി ഇട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് സേഫ്റ്റിയുടെ സൈഡിൽ പറയാനുള്ളത്. ഇനി അടുത്ത വരുന്നത്, അതായത് നമ്മുടെ സെക്കൻഡ് പോയിന്റ് വരുന്ന ഡ്രൈവിങ്ങിൻ്റെ രീതിയാണ്. അതിൽ ആദ്യത്തെ കാര്യം നമ്മുടെ സ്പീഡ് തന്നെയാണ്. ഇപ്പം ഞാൻ ഉൾപ്പെടെ നല്ല സ്പീഡ് ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. എന്നാൽ മഴയുള്ള സമയത്ത് കഴിവതും കുറച്ച് സ്പീഡ് കുറയ്ക്കാൻ നോക്കും.
അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടിക്കും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. എന്നാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴയുള്ള സമയത്ത് സ്പീഡ് കുറച്ച്, അതായത് ഓവർ സ്പീഡിങ് ചെയ്യാതെ ഒരു 50 കിലോമീറ്റർ സ്പീഡിനകത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഡ്രൈവ് ചെയ്യുന്ന ഒരു 40 കിലോമീറ്റർ സ്പീഡിലാണ്. കാരണം എനിക്ക് വീഡിയോ ചെയ്യാൻ വേണം, ഡ്രൈവ് ചെയ്യാൻ വേണം. ആ ഒരു പർപ്പസിൽ ഞാൻ പോകുമ്പോൾ, ഇന്നിപ്പോൾ വേറൊരു ആവശ്യത്തിന് വേണ്ടി പോയതാണ്, അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ ചെയ്തങ്ങ് പോവുകയാണ്. അപ്പം ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ബ്രേക്കിംഗ് ഡിസ്റ്റൻസും കിട്ടുന്നുണ്ട്, സഡൻ ബ്രേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, മൈൻഡ് ഫ്രീ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ സാധിക്കും. അതായത് ഒരു ടെൻഷൻ എടുത്ത് ഡ്രൈവ് ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് നമ്മൾ മഴയുള്ള സമയത്ത് ഒരു എൻജോയ്മെൻ്റ് ആണ്. നമ്മൾ വളരെ സ്പീഡിൽ ഡ്രൈവ് ചെയ്ത സമയത്ത് വെള്ളമൊക്കെ ഇങ്ങനെ ചീറ്റി പോകുന്ന കാണുമ്പോൾ നല്ല രസമാണ്. പക്ഷെ നമ്മുടെ വാഹനത്തിന് അതൊരു പ്രശ്നം തന്നെയാണ്. വെള്ളം തെറിച്ച് ചിലപ്പം നമ്മുടെ വാഹനം സ്കിഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന സമയത്ത് റോഡിൽ കുഴിയാണോ എന്താണെന്നുള്ള ഒന്നും നമുക്ക് അറിയാൻ സാധിക്കത്തില്ല. നല്ല ഗട്ടേഴ്സിനകത്ത് വന്ന് വീഴും, ടയേഴ്സിന് പ്രശ്നം വരും, ആക്സിൽ ഒടിഞ്ഞു പോകാം, ലോവർ ആം ബെൻഡ് ആകാം, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഇനി അതിൽ തന്നെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തോണം. അത് ഒരു കാരണവശാലും നിങ്ങൾ മറന്നു പോകരുത്. കാരണം സേഫ് ഡിസ്റ്റൻസ് എപ്പോഴും മഴയുള്ള സമയത്തെങ്കിലും, കാരണം റോഡ് നനഞ്ഞു കിടക്കുകയാണ്, ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെന്നിടിക്കാനുള്ള ചാൻസ് ഉണ്ട്, ഓർക്കുക. പിന്നെ അടുത്തൊരു പോയിന്റ് പറയാനാണെങ്കിൽ, നമ്മൾ സഡൻ ആയിട്ടുള്ള ഓവർടേക്കിങ്, ഇപ്പം മഴയുള്ള സമയത്തൊക്കെ നമുക്ക് ചിലപ്പം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നമ്മൾ വാഹനമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒറ്റ വെട്ടിയിലൊക്കെ ഇങ്ങനെ വെട്ടിച്ചൊക്കെ അങ്ങ് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കുക. കാരണം ഇതുപോലെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് സൈഡിൽ എന്തെങ്കിലും കുഴിയോ അല്ലെങ്കിൽ റോഡിൻ്റെയൊക്കെ സൈഡിൽ കുഴിയിലൊക്കെ വന്ന് ചാടിക്കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് കിട്ടത്തില്ല, നമ്മുടെ കയ്യിൽ ഇത് നിൽക്കാതെ പോകും, വാഹനം നിൽക്കാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും സഡൻ ആയിട്ടുള്ള ഓവർടേക്കിങ്, സഡൻ ആക്ഷൻസ്, സഡൻ ബ്രേക്കിങ് ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഫോഗ് ലാമ്പ് ഉറപ്പായിട്ടും ഇട്ടിരിക്കണം. മഴയുള്ള സമയത്ത്, ഞാനത് എടുത്ത് പറയണം, മഴയുള്ള സമയത്ത് ഫ്രണ്ട് ഫോഗ് ലാമ്പും ഇനി റിയർ ഫോഗ് ലാമ്പ് നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ റിയർ ഫോഗ് ലാമ്പും കൂടെ ഇട്ടേക്കുക. ഒരു കാരണവശാലും ഹസാർഡ് ലൈറ്റ് ഇട്ട് വാഹനം ഓടിക്കരുത്. അടുത്ത പോയിന്റ്, റോഡിനെ കുറിച്ച് അറിയുക. അതായത് ഇപ്പം ഞാൻ പുതിയതായിട്ട് ഡ്രൈവ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ എനിക്ക് ഈ റോഡിനെ കുറിച്ച് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ പുതിയതായിട്ട് ഞാൻ പോകുന്നൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ ഒരു ഹൈ റേഞ്ച് ഞാൻ പോവുകയാണ്. ഹൈ റേഞ്ച് പോകുന്ന സമയത്ത് ഞാൻ സ്ഥിരം പോകുന്നൊരു വഴി ആയിക്കോട്ടെ, ഇപ്പം വാഗമണ്ണൊക്കെ ഞാൻ സ്ഥിരം പോകുന്നതാണ്, കുട്ടിക്കാനം, കുമളി, ആ റോഡൊക്കെ സ്ഥിരം പോകുന്ന റോഡാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പം കുഴപ്പമില്ല, ഈ പ്രാവശ്യം പോകുമ്പോൾ എനിക്ക് ആ വഴി അറിയണം എന്ന് പറഞ്ഞാലും അവിടെ എന്തെങ്കിലും കുണ്ടും കുഴിയോ ഉണ്ടായിട്ടുണ്ടോ, ഉരുൾപൊട്ടലോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും കല്ല് വല്ലതും വന്ന് വീണിട്ടുണ്ടോ, ഇതൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, നല്ല മഴയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട്, വെള്ളക്കെട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ചുമ്മാ സ്പ്ലാഷ് ചെയ്ത് പോകാമെന്നുള്ള രീതിക്ക് നല്ല സ്പീഡിൽ ഓടിച്ച് പോകുന്ന പലരും ഉണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട്, വളരെ സത്യസന്ധമായിട്ട് പറയണം, ഞാനും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലായിട്ട് കിട്ടിയിട്ടുള്ളൊരു പണിയൊന്ന് ഇത് തന്നെയാണ്. അതായത് നല്ല സ്പീഡ് ഞാൻ കയറ്റി ഇങ്ങനെ പോയ സമയത്ത് വാഹനം ഒന്ന് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത് സ്വയമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ബാക്കിയുള്ളവരോടും കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വെള്ളം കെട്ടി നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സ്പീഡിൽ അതിലെ ഓടിച്ച് പോവാതിരിക്കുക. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നം, വാഹനം നമ്മുടെ കൺട്രോളിൽ നിന്നും പോകും. ഇനി ഞാൻ പറഞ്ഞ പോലെ കുഴിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പണി കിട്ടും, മറക്കരുത്. അതുപോലെ തന്നെ മഴ പെയ്യാതെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന റോഡിലോട്ട് പെട്ടെന്ന് മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു സ്ലിപ്പറി ഫീൽ നമുക്ക് കൂടുതൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഓയിലിൻ്റെ കണ്ടൻസോ അങ്ങനെയൊക്കെ ഇതിനകത്ത് ഇരുന്നേച്ചും വെള്ളം കൂടെ വന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കാണ് ഒരു സ്ലിപ്പറി ഫീൽ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചൊരു കെയർഫുള്ളായിട്ട് ഡ്രൈവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ചെന്ന് കുഴിക്കാതെ വീഴാനോ വാഹനം തെന്നി നീങ്ങാനോ ഒക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വെള്ളക്കെട്ടുകളിൽ കൂടെ ഓടിക്കുന്ന സമയത്ത്. അതായത് നമ്മളിപ്പോൾ നോക്കുമ്പോൾ നമ്മൾ സ്ഥിരം പോകുന്ന വഴിയായിരിക്കാം, പക്ഷേ അവിടെ ഫുൾ ഇപ്പോൾ ഫ്ലഡായിട്ടിരിക്കുകയാണ്. എന്നാൽ എൻ്റെ ഫ്രണ്ടിലൊരു വാഹനം കയറിപ്പോയി, കുഴപ്പമൊന്നുമില്ല. എന്നാൽ അവൻ കുറച്ച് വലിയ വണ്ടിക്കാരനായിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വലിയ SUV വാഹനമായിരിക്കും, എൻ്റെ ഇരിക്കുന്ന ഒരു നോർമൽ സെഡാനോ അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്കൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ ഇതിലേ പോകാൻ സാധിക്കുമോ, ആ വാഹനം പോയി എനിക്കും പോകാം എന്നുള്ള രീതിയിൽ ഒരു കാരണവശാലും നിങ്ങൾ പോകാൻ പാടില്ല. ആ വാഹനം പോയി എൻ്റെ വാഹനം എന്നാൽ പിന്നെ സുഖമായിട്ട് പോകും എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ്. കാരണം ആ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലുണ്ട്, അതിൻ്റെ എയർ ഇൻടേക്കിൻ്റെ പൊസിഷൻ ഡിഫറൻ്റ് ആണ്. അങ്ങനെ വരുന്ന സമയത്ത് അതിലോട്ട് വെള്ളം കയറാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞ് നമ്മൾ സേഫ് ആണെന്നല്ല. നമ്മുടെ വാഹനം പോകുന്ന സമയത്ത് ഇതിനകത്തോട്ട് വെള്ളം കയറാം, എയർ ഫിൽറ്ററിനകത്തോട്ട് വെള്ളം കയറിയാൽ തീർന്നു, നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ പരിപാടി തീർന്നു എന്ന് പേടിക്കണ്ട. പക്ഷേ ഒരു തവണ ഈ പറയുന്ന പോലെ എയർ ഫിൽറ്ററിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ വാഹനം ഫുള്ളായിട്ട് ഓഫാകും. ആ സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ എഞ്ചിനിലോട്ട് വെള്ളം കയറത്തില്ല, എയർ ഫിൽറ്റർ നനഞ്ഞ് എയർ വലിക്കാൻ പറ്റാതെ എഞ്ചിൻ ഓഫായി പോകുന്നതായിരിക്കും. അങ്ങനെ ഓഫായി പോയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. പക്ഷേ പിന്നെ നിങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയാൽ, അതായത് വൺസ് ഓഫായി പോയൊരു എഞ്ചിൻ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പെട്ടു, തീർന്നു, വേറെ ഒന്നും നോക്കണ്ട.
നേരെ വണ്ടി ക്രെയിനെ കൊണ്ടുപോയി എഞ്ചിൻ പണി ചെയ്യുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ വെള്ളത്തിലിറങ്ങി വാഹനം ഓഫായി പോയോ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. ആരെങ്കിലുമൊക്കെ വിളിച്ച് തള്ളി സൈഡിലോട്ട് ഇടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം നിങ്ങൾ ചെയ്യുക. കാരണം അതിലിട്ട് കൂടുതൽ എന്ത് പണിതെന്ന് പറഞ്ഞാലും എഞ്ചിന് പണി വരും. ജസ്റ്റ് ഒന്ന് ഓഫായി പോയതേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, സേഫാണ്. നേരെ വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എയർ ഫിൽറ്റർ മാറി അവരൊന്ന് ക്രാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് അവർ ക്രാങ്ക് ചെയ്തോളും. അങ്ങനെ വെള്ളം കയറിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, രക്ഷപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ചുമ്മാ കാണുന്ന വെള്ളത്തിലോട്ട് എടുത്ത് ഒരു കാരണവശാലും ചാടരുത്. വേറെ വഴിയുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 2 കിലോമീറ്റർ കൂടെ കറങ്ങി പോയാൽ മതി എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ പോവുക. കാരണം വെള്ളക്കെട്ടിൽ ഒരു കാരണവശാലും ഇറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടായിരുന്നു. അതിലൊരു സ്വിഫ്റ്റ് വളരെ സ്പീഡിൽ വെള്ളത്തിനകത്തോട് ഓടിച്ചിങ്ങ് വരിക. തെറ്റാണ് കാണിച്ചത്. കാരണം സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ പലരുടെയും വിചാരം എക്സോസ്റ്റിനകത്തൂടെ വെള്ളം കയറത്തില്ല, അതുകൊണ്ട് ഞാൻ സേഫാണ്. ഫ്രണ്ടിൽ കൂടെ എയർ വലിച്ചുകൊണ്ടിരിക്കുക. ആ എയറിൻ്റെ സ്ഥാനത്ത് വെള്ളം അകത്തോട്ട് കയറി കഴിഞ്ഞാൽ തീർന്നു, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇനി ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ടയറിൻ്റെ പകുതിയേ വെള്ളമുള്ളൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പതുക്കെ ഓടിച്ചു പോകാം. സ്പീഡ് എടുക്കരുത്. വളരെ പതുക്കെ ഫസ്റ്റ് ഗിയർ അല്ലെങ്കിൽ സെക്കൻഡ് ഗിയറിൽ ഒരു നിശ്ചിത RPMത്തിനകത്ത് ഏകദേശം ഒരു 2000 RPMത്തിനകത്ത് നിൽക്കുന്ന രീതിക്ക് പതുക്കെ ആക്സലറേറ്റ് ചെയ്ത് പോകാൻ സാധിക്കും. പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡോറിൻ്റെയൊക്കെ ലെവലിൽ വെള്ളം ആകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ മുമ്പോട്ട് പോവാതെ തിരിച്ചു വരാനോ തിരിക്കാനോ ഉള്ള ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അതായിരിക്കും. കാരണം അങ്ങനെ ആ ഒരു കണ്ടീഷനിൽ പിന്നെയും പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്ന വഴി നമ്മൾ അറിയില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, പലരും ഇല്ല എൻ്റെ വാഹനം ടയറ് വരെ മുങ്ങി ഞാൻ എങ്ങനെ ഓടിച്ചിറങ്ങി വന്നിട്ടുണ്ട്, ഒരു പ്രശ്നവും പറ്റിയില്ല, അടിപൊളി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിന് പ്രശ്നം വരുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചോളുക. കാരണം എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഗിയർ ബോക്സിനകത്തോട്ട് എയർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഹീറ്റ് പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു വെൻറ്റ് വരുന്നുണ്ട്. ഇതുവഴി വെള്ളം ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചൊക്കെ വെറ്റായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഗിയർ ഓയിലിനകത്തോട്ട് വെള്ളം ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗിയർ ഓയിൽ നമ്മൾ അറിയത്ത് പോലുമില്ല. കാരണം ഗിയർ ഓയിലിനകത്ത് വെള്ളം മിക്സായി അതിനകത്ത് കിടന്ന് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും അറിയില്ല, ഒരു സൗണ്ട് ഒന്നും കേൾക്കില്ല. ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും പതുക്കെ പിന്നെ ഗ്രൈൻഡിങ് നോയ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും. പിന്നെ ചിലർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, വാഹനം നേരെ ഡ്രൈവ് ചെയ്ത് വെള്ളത്തിൽ കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ നേരെ കൊണ്ട് വീട്ടിൽ കൊണ്ടങ്ങിടും. പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല. ചിലപ്പോൾ ഒരു 5 ദിവസം കഴിയുമ്പോഴായിരിക്കും എടുക്കുന്നത്. പിന്നെ വാഹനം സ്റ്റാർട്ടാകും, പക്ഷേ ഗിയർ വീഴത്തില്ല. ഇങ്ങനെ പ്രശ്നം പലരും ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും കൂടി ഇട്ടേക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല, ക്ലച്ച് ഒട്ടിപ്പോയതാണ്. എപ്പോഴെങ്കിലും നിങ്ങൾ വെള്ളത്തിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 5 തൊട്ട് 10 കിലോമീറ്റർ വരെയെങ്കിലും ഈ വാഹനം ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം ഷെഡിൽ കൊണ്ടിടുക. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയർ മുങ്ങുന്ന രീതിക്ക് വെള്ളം വരിക എന്ന് പറയുമ്പോൾ ഗിയർ ബോക്സോ ക്ലച്ചിലോ എവിടെയെങ്കിലും വെള്ളം പറ്റിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ വരുന്നൊരു കണ്ടീഷനിൽ നേരെ വെച്ചങ്ങ് ഡ്രൈവ് ചെയ്തോ ഒരു 3rd ഗിയറിലൊക്കെ തന്നെ അത്യാവശ്യം RPM കയറി ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്ലച്ച് കുറച്ചൊന്ന് ഹീറ്റാവും. അങ്ങനെ ക്ലച്ച് ഹീറ്റായി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുള്ള വെള്ളവും കാര്യങ്ങളൊക്കെ കുറച്ച് വറ്റിപ്പൊക്കോളും. അങ്ങനെ വറ്റിപ്പോയാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ട് വീട്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തിടാം. നാളെ അടുത്ത ദിവസം അതിൻ്റെ കുറച്ച് ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോഴാണെങ്കിലും വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം, മറക്കരുത്. ഇനി ലാസ്റ്റ് ഒരു കാര്യം കൂടെ, നിങ്ങളുടെ വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ക്ഷീണമൊക്കെ വരുമ്പോൾ നമ്മൾ സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കിയിടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും സൈഡിൽ ഒതുക്കിയിടും. നല്ല മഴയും കാറ്റും ഒക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും വലിയ മരങ്ങളുടെയോ അല്ലെങ്കിൽ കുറച്ച് പഴക്കമൊക്കെ ഉള്ള കെട്ടിടത്തിൻ്റെയൊക്കെ സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്യരുത് എന്ന് ഞാൻ പറയത്തുള്ളൂ. കുറച്ച് ഓപ്പൺ സ്പേസിൽ കൊണ്ട് പാർക്ക് ചെയ്യുക. ഒന്നുകൊണ്ടും ടെൻഷൻ ആകേണ്ട കാര്യമില്ല. പിന്നെ നല്ല മഴയൊക്കെ വരുമ്പോഴാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് മഴയൊന്ന് കുറയട്ടെ എന്ന് വിചാരിച്ച് വാഹനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം അവിടെ ആപ്ലിക്കബിൾ ആണ്. ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേക്കുക. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും, പ്രത്യേകിച്ചും മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക.